രാജ്യാന്തര സൈനിക വ്യോമയാന ചരിത്രത്തെയും നിലവിലെ പശ്ചിമേഷ്യൻ യുദ്ധ സമവാക്യങ്ങളെയും ഒരുപോലെ ഞെട്ടിക്കുന്ന അതീവ നിർണായകമായ ഒരു നീക്കവുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കയുമായി നിലനിൽക്കുന്ന കടുത്ത സൈനിക സംഘർഷങ്ങൾക്കിടയിൽ തങ്ങളുടെ പക്കലുള്ള ഏറ്റവും ഇതിഹാസ തുല്യവും ദുരൂഹവുമായ ആയുധം ഇറാൻ യുദ്ധക്കളത്തിലേക്ക് ഇറക്കിക്കഴിഞ്ഞു. അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെ വിസ്മയമായി ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന, എന്നാൽ ഇപ്പോൾ ലോകത്ത് ഇറാന്റെ പക്കൽ മാത്രം അവശേഷിക്കുന്ന ഗ്രുമൻ F-14 ടോംകാറ്റ് ലോങ് റേഞ്ച് ഇന്റർസെപ്റ്റർ യുദ്ധവിമാനങ്ങൾ അമേരിക്കയ്ക്കെതിരെ തന്നെ ഇറാൻ സജീവ പോരാട്ടത്തിന് നിയോഗിച്ചതായാണ് ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിട്ട ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഈ വൻ സൈനിക നീക്കത്തിന് അടിവരയിടുന്നത്. ഒരു തത്സമയ പോരാട്ട ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ഇറാന്റെ തന്ത്രപ്രധാനമായ ഇസ്ഫഹാനിലെ 8ാമത് ടാക്ടിക്കൽ ഫൈറ്റർ ബേസിൽ F-14 ടോംകാറ്റ് വിമാനം സുരക്ഷിതമായി നിലത്തിറങ്ങുന്ന ദൃശ്യങ്ങളാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. കേവലം നിരീക്ഷണങ്ങൾക്കപ്പുറം ഈ വിമാനങ്ങൾ നിലവിലെ യുദ്ധമുഖത്ത് സജീവമായി പങ്കാളികളാകുന്നുണ്ടെന്നതിന്റെ ആദ്യത്തെ കൃത്യമായ സ്ഥിരീകരണമാണ് ഈ ദൃശ്യങ്ങൾ നൽകുന്നത്. ഇതുവരെ അമേരിക്കയുമായുള്ള അതിർത്തി സംഘർഷങ്ങളിലും പ്രത്യാക്രമണങ്ങളിലും ഇറാൻ വ്യോമസേന തങ്ങളുടെ മറ്റ് വിമാനങ്ങളെയായിരുന്നു പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. വിയറ്റ്നാം യുദ്ധകാലത്തെ പ്രശസ്തമായ F-4 ഫാന്റം, F-5 ടൈഗർ വിമാനങ്ങളും റഷ്യൻ നിർമ്മിതമായ Yak-130 ട്രെയിനർ വിമാനങ്ങളുമായിരുന്നു ഇറാൻ മുൻനിര പോരാട്ടങ്ങൾക്കായി വിന്യസിച്ചിരുന്നത്. എന്നാൽ യുദ്ധം കൂടുതൽ കടുപ്പമേറിയ ഘട്ടത്തിലേക്ക് കടന്നതോടെയാണ് തങ്ങളുടെ ഏറ്റവും മൂല്യമുള്ളതും രഹസ്യമാക്കി വെച്ചിരുന്നതുമായ ടോംകാറ്റ് വ്യൂഹത്തെ തന്നെ നേരിട്ടുള്ള യുദ്ധത്തിന് ഇറക്കാൻ ഇറാൻ തീരുമാനിച്ചത്. ഈ സംഭവത്തിന് പിന്നിലെ ചരിത്രപരമായ പശ്ചാത്തലം ഏതൊരു യുദ്ധ ചരിത്രകാരനെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. 1970കളിൽ ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം നടക്കുന്നതിന് മുൻപ് രാജഭരണം നിലനിന്നിരുന്ന കാലത്താണ് അമേരിക്കയിൽ നിന്നും ഈ അത്യാധുനിക 4ാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇറാൻ സ്വന്തമാക്കുന്നത്. അന്ന് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളായിരുന്നു ഇറാൻ. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളെയും വ്യോമാതിർത്തികളെയും ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുവാൻ വേണ്ടി വാഷിംഗ്ടൺ നിർമ്മിച്ചു നൽകിയ ഇതേ വിമാനങ്ങളാണ് പതിറ്റാണ്ടുകൾക്കിപ്പുറം അമേരിക്കയ്ക്ക് തന്നെ ഭീഷണിയായി ആകാശത്ത് ഗർജിക്കുന്നത്. വർഷങ്ങളായി തുടരുന്ന കടുത്ത അമേരിക്കൻ ഉപരോധങ്ങൾക്കിടയിലും ഈ സങ്കീർണമായ യുദ്ധവിമാനങ്ങളെ ഇറാൻ എങ്ങനെ പറക്കൽ സജ്ജമായി നിലനിർത്തി എന്നത് പ്രതിരോധ ലോകത്തെ വലിയൊരു നിഗൂഢതയാണ്. F-14 വിമാനങ്ങളുടെ സ്പെയർ പാർട്സുകൾ ലോകത്തെവിടെയും കിട്ടാനില്ലാത്ത സാഹചര്യത്തിലും സ്വന്തം സാങ്കേതിക വിദ്യയും തദ്ദേശീയമായ എഞ്ചിനീയറിംഗ് മികവും ഉപയോഗിച്ച് ഇറാൻ ഇവയെ പരിപാലിച്ചു പോന്നു. നിലവിൽ ഏകദേശം 2 മുതൽ 3 ഡസൻ വരെ ടോംകാറ്റ് വിമാനങ്ങൾ ഇറാന്റെ പക്കൽ ഇപ്പോഴും പ്രവർത്തനക്ഷമമായി ഉണ്ട് എന്നതാണ് അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധർ കണക്കാക്കുന്നത്. സ്വിംഗ് വിംഗ് സാങ്കേതിക വിദ്യയുള്ള ഈ വിമാനങ്ങൾ ആകാശത്തെ വേഗതയ്ക്കനുസരിച്ച് തങ്ങളുടെ ചിറകുകളുടെ ഘടന മാറ്റാൻ കെൽപ്പുള്ളവയാണ്. ഇവയിൽ ഘടിപ്പിച്ചിട്ടുള്ള ദീർഘദൂര റഡാറുകളും വിനാശകാരികളായ മിസൈലുകളും ദൂരെ നിന്ന് തന്നെ ശത്രു വിമാനങ്ങളെ കണ്ടെത്തി തകർക്കാൻ പ്രാപ്തിയുള്ളവയാണ്. അമേരിക്ക സ്വന്തം വ്യോമസേനയിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപ് വിരമിച്ച ഈ ഇതിഹാസ വിമാനത്തിന്റെ കരുത്ത് എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ പെന്റഗൺ ഈ നീക്കത്തെ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഇസ്ഫഹാൻ വ്യോമതാവളത്തിൽ നിന്നും ഈ വിമാനങ്ങൾ പറന്നുയരുന്നത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കും പെട്രോളിംഗ് വിമാനങ്ങൾക്കും വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അമേരിക്കൻ നിർമ്മിത വിമാനങ്ങളുടെ പോരായ്മകളും അവയുടെ പരിമിതികളും ഇറാനേക്കാൾ നന്നായി മറ്റാർക്കും അറിയില്ലെങ്കിലും ആധുനിക യുദ്ധമുഖത്ത് ഇവ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ പ്രവചനാതീതമാണ്. സ്വന്തം സാങ്കേതിക വിദ്യ തങ്ങൾക്കെതിരെ തിരിയുന്ന കാഴ്ചയാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ കാണേണ്ടി വരുന്നത്. ഇറാന്റെ ഈ നീക്കം കേവലം സൈനികം മാത്രമല്ല, മറിച്ച് ശക്തമായ ഒരു മനഃശാസ്ത്ര യുദ്ധമുറ കൂടിയാണ്. തങ്ങളെ ഉപരോധങ്ങൾ കൊണ്ട് പൂട്ടാൻ നോക്കിയ അമേരിക്കയുടെ സ്വന്തം വിമാനങ്ങൾ വായുവിൽ ഉയർത്തിക്കൊണ്ട് തങ്ങളുടെ പ്രതിരോധ ശേഷിയെയും ആത്മവിശ്വാസത്തെയും ലോകത്തിനു മുന്നിൽ പ്രകടിപ്പിക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. ഇത് ഇറാന്റെ സൈനികർക്കും ജനങ്ങൾക്കും വലിയ തോതിലുള്ള ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അമേരിക്കൻ നാവികസേനയുടെ F-18 സൂപ്പർ ഹോർണറ്റുകളും അത്യാധുനിക F-35 വിമാനങ്ങളും കാത്തു സൂക്ഷിക്കുന്ന പശ്ചിമേഷ്യൻ ആകാശത്തേക്ക് F-14 ടോംകാറ്റുകൾ കൂടി എത്തുന്നതോടെ വ്യോമയുദ്ധത്തിന്റെ തീവ്രത വർദ്ധിക്കുകയാണ്. ദശാബ്ദങ്ങൾക്ക് മുൻപ് രൂപകൽപ്പന ചെയ്തതാണെങ്കിലും ഇറാൻ ഈ വിമാനങ്ങളിൽ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ആധുനിക റഡാറുകളും പുതിയ തലമുറ മിസൈലുകളും ഘടിപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് പഴയ ടോംകാറ്റുകളെ കൂടുതൽ മാരകമായ ആയുധമാക്കി മാറ്റുന്നു. ഈ വിമാനങ്ങൾ ഔദ്യോഗികമായി യുദ്ധരംഗത്തേക്ക് ഇറങ്ങിയതോടെ വരും ദിവസങ്ങളിൽ വ്യോമാതിർത്തികളിൽ കനത്ത പോരാട്ടങ്ങൾ ഉണ്ടായേക്കാം. ഇതിന്റെ സുപ്രധാന ആണവ നിലയങ്ങളും സൈനിക കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാൻ മേഖലയുടെ സുരക്ഷാ ചുമതലയാണ് പ്രധാനമായും ഈ F-14 വിമാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്.
ശത്രുക്കളുടെ വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇവയ്ക്ക് പ്രത്യേക ശേഷിയുണ്ട്. അന്താരാഷ്ട്ര സൈനിക മാസികകളും വ്യോമയാന വിദഗ്ധരും ഇറാന്റെ ഈ ദൃശ്യങ്ങളെ വലിയ ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട്. ലോകത്ത് അവശേഷിക്കുന്ന ഏക ടോം ക്യാറ്റ് വ്യൂഹം ഇറാന്റേതാണെന്ന് വ്യോമയാന പ്രേമികളിൽ എപ്പോഴും കൗതുകമുണർത്തുന്ന കാര്യമായിരുന്നു. എന്നാൽ അത് വെറുമൊരു പ്രദർശന വസ്തുവല്ലെന്നും യഥാർത്ഥ യുദ്ധത്തിൽ അമേരിക്കയോട് മുട്ടാൻ തക്ക പ്രാപ്തിയുള്ളതാണെന്നും ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയമായ പെന്റഗൺ ഈ ദൃശ്യങ്ങളുടെ ആധികാരികത പരിശോധിച്ചു വരികയാണ്. ഇറാന്റെ പക്കലുള്ള F-14 വിമാനങ്ങളുടെ കൃത്യമായ എണ്ണവും അവയുടെ നിലവിലെ പ്രഹരശേഷിയും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ അമേരിക്കൻ ചാരസംഘടനകൾ തങ്ങളുടെ നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഒരു കാലത്ത് തങ്ങൾ പോറ്റി വളർത്തിയ ആയുധം ഇന്ന് തങ്ങളുടെ തന്നെ സൈനികരുടെ ജീവന് ഭീഷണിയാകുന്നത് വാഷിംഗ്ടണിന് വലിയ നയതന്ത്ര നാണക്കേടാണ് ഉണ്ടാക്കുന്നത്. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇരു വിഭാഗവും തങ്ങളുടെ ഏറ്റവും കടുപ്പമേറിയ അടവുകളാണ് പുറത്തെടുക്കുന്നത്. ഇറാൻ തങ്ങളുടെ ആകാശ പ്രതിരോധ കോട്ട ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അറ്റകൈ പ്രയോഗം നടത്തിയിരിക്കുന്നത്. ഇത് മേഖലയിലെ യുദ്ധം കൂടുതൽ നീണ്ടുപോകാനും സങ്കീർണമാകാനും കാരണമാകും. വരും ദിവസങ്ങളിൽ ഈ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാൻ നടത്തുന്ന സൈനിക ദൗത്യങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നത് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുകയാണ്. അമേരിക്കയുടെ അത്യാധുനിക വ്യോമസേനയോട് പോരാടി നിൽക്കാൻ ഈ പഴയ സിംഹങ്ങൾക്ക് സാധിക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ പോരാട്ടങ്ങൾ തീരുമാനിക്കും. എങ്കിലും ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ഭൗമരാഷ്ട്രീയ വിരോധാഭാസത്തിനാണ് ഇപ്പോൾ പശ്ചിമേഷ്യൻ ആകാശം സാക്ഷി വഹിച്ചുകൊണ്ടിരിക്കുന്നത്.